പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് നിലവിലെ ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യനായ ബ്രോൺ ബ്രേക്കറിനെ സംബന്ധിച്ചാണ്. WWE ഇപ്പോൾ വളർന്നു വരുന്ന യുവതാരങ്ങളിൽ ഒന്നാം സ്ഥാനത്തുള്ള ബ്രോൺ ബ്രേക്കറിനെ സംബന്ധിച്ച് നിലവിലെ റെസ്ലിംഗ് വേർഡ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് ബ്രോൺ ബ്രേക്കറുടെ ഭാവി സേഫ് ആണ് എന്നുള്ളതാണ്. അതായത് ബ്രോൺ ബ്രേക്കറിന് നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന പുഷ് അനുസരിച്ച് ബ്രോൺ ബ്രേക്കറിനെ ഒരു ന്യൂട്രൽ ലെവലിലുള്ള ക്യാരക്ടർ മാത്രമാണ് ഇനി ഭാവിയിലുള്ള സ്റ്റോറി ലൈനുകളിൽ താരത്തിന് കൊടുക്കുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് ബ്രോൺ ബ്രേക്കറിനെ പൂർണ്ണമായി ഒരു ഹീലാക്കിയിട്ടോ ഒരു ഫേസ് ക്യാരക്ടർ ആക്കിയിട്ടോ അവർ കാണിക്കില്ല. ബ്രോൺ ബ്രേക്കറിൻ്റെ എതിരാളികളായിട്ട് ഫേസ് ക്യാരക്ടറും ഹീൽ ക്യാരക്ടറും ചെയ്യുന്ന റെസ്ലേഴ്സ് മാറി മാറി വരും. അതായത് ബ്രോക്ക് ലെസ്നറിന് കൊടുത്തിരുന്ന അതേ ഒരു ടൈപ്പ് ക്യാരക്ടർ വരിക്കായിരിക്കും ഇപ്പോൾ ബ്രോൺ ബ്രേക്കറിന് കൊടുക്കുക എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അത്തരത്തിലായിരിക്കും താരത്തെ പുഷ് ചെയ്യുക എന്നും സ്റ്റോറി ലൈനിൽ ബ്രോൺ ബ്രേക്കറിൻ്റെ ക്യാരക്ടർ ഇപ്പോൾ എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെയായിരിക്കും മുന്നോട്ട് പോകുക എന്നുള്ളതും നമുക്ക് റെസ്ലിംഗ് വേർഡ്സിൻ്റെ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. രണ്ടാമത്തെ അപ്ഡേറ്റ് റോക്കിനെ സംബന്ധിച്ചുള്ളതാണ്. റോക്കിൻ്റെ പുതിയ സിനിമയുടെ ഷൂട്ടിൻ്റെ ഭാഗമായിട്ടുള്ള സെറ്റിൽ നിന്നുള്ള കുറച്ച് ഫോട്ടോസ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. സർവൈവർ സീരീസ് വാർ ഗെയിംസ് നടക്കാൻ പോകുന്നത് നവംബർ അവസാന തീയതി നടക്കുന്ന ഞായറാഴ്ചത്തെ ആ ഒരു ദിവസത്തിലാണ്. അപ്പോൾ ആ ഒരു ഇവൻറ്റിൽ റോക്കിൻ്റെ ഒരു അപ്പിയറൻസിൻ്റെ സാധ്യത എല്ലാവരും ഇങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ട്. റോക്ക് വരാൻ സാധ്യത കൂടുതലാണെന്നും കുറേയധികം റൂമേഴ്സും കേൾക്കുന്നുണ്ട്. റോക്ക് ഇപ്പോൾ സിനിമ ഷൂട്ടിലാണെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. റോക്കിൻ്റെ റിട്ടേൺ നടക്കുമോ എന്നുള്ളത് നമ്മൾ കണ്ടു തന്നെ അറിയേണ്ടതാണ്. ഈ സിനിമ ഷൂട്ടിൻ്റെ ഇടയിലും റോക്ക് ഒരു അപ്പിയറൻസ് നടത്തി പോയാൽ അത് സ്റ്റോറി ലൈന് വലിയൊരു സപ്പോർട്ടായിരിക്കും. റോക്കിൻ്റെ ഒരു അപ്പിയറൻസ് ആർക്കെതിരെ ആരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ബ്ലഡ് ലൈനിൻ്റെ ഭാവിയിൽ റോക്കിൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ് എങ്ങനെ എന്നുള്ള പല ചോദ്യങ്ങൾക്കുമുള്ള ഒരു ഉത്തരം റോക്കിൻ്റെ സർവൈവർ സീരീസ് വാർ ഗെയിംസിലെ അപ്പിയറൻസ് കൊണ്ട് ലഭിക്കാനും സാധ്യതയുണ്ട്. ഏറ്റവും അവസാനമായി പങ്കുവെക്കാനുള്ളത് സൂപ്പർ താരമായ റോമൻ റെയിൻസ് നെറ്റ്ഫ്ലിക്സിന് കീഴിലേക്ക് പോകുന്ന റോ എപ്പിസോഡിൽ അപ്പിയർ ചെയ്യുന്നതിനെ സംബന്ധിച്ചാണ്. നമുക്കറിയാം റോ എപ്പിസോഡ് പ്രീമിയർ ചെയ്യപ്പെടുന്ന ആദ്യത്തെ നെറ്റ്ഫ്ലിക്സിന് കീഴിലുള്ള റോ എപ്പിസോഡിൽ റോമൻ റെയിൻസ് അപ്പിയർ ചെയ്യുമെന്നുള്ളത് WWE നിലവിൽ ഔദ്യോഗികമായി കൺഫേം ചെയ്തിട്ടുണ്ട്. റോമൻ റെയിൻസിനെ റോ ബ്രാൻഡിലേക്ക് വേണമെന്നുള്ളത് നെറ്റ്ഫ്ലിക്സ് WWE ക്രിയേറ്റീവ് ടീമിനോടും മാനേജ്മെൻറ്റിനോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു വാർത്തയും നമുക്ക് കേൾക്കാൻ സാധിച്ചു. ഇപ്പോൾ ലേറ്റസ്റ്റ് റിപ്പോർട്ടിൽ റെസ്ലിംഗ് വേർഡ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് റോമൻ റെയിൻസ് 2025 തുടക്കത്തിലെ കുറച്ചധികം റോ എപ്പിസോഡുകൾ, അതായത് 2025 റോമൻ റെയിൻസ് സ്മാക്ഡൗൺ എപ്പിസോഡിൽ അപ്പിയർ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ റോ എപ്പിസോഡിൽ അപ്പിയർ ചെയ്യാൻ സാധ്യത ഉണ്ടെന്നാണ് റെസ്ലിംഗ് വേർഡ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം നെറ്റ്ഫ്ലിക്സ് റോമൻ റെയിൻസിനെ വേണം എന്നുള്ളത് നിർബന്ധം പിടിച്ചിട്ടുണ്ട്. റോമൻ റെയിൻസ് എന്ന് പറയുന്ന ക്യാരക്ടർ ആ റെസ്ലർ വരുമ്പോൾ റോ എപ്പിസോഡിന് ലഭിക്കുന്ന ഒരു പ്രാധാന്യം നെറ്റ്ഫ്ലിക്സിന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ റോമൻ റെയിൻസിനെ മാക്സിമം റോ എപ്പിസോഡുകളിൽ എത്തിക്കാനാണ് നെറ്റ്ഫ്ലിക്സ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിന് പ്രകാരം റോമൻ റെയിൻസിൻ്റെ നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്ന ബ്ലഡ് ലൈൻ സ്റ്റോറി, അല്ലെങ്കിൽ ഇനി നെറ്റ്ഫ്ലിക്സിലേക്ക് റോ എത്തുന്ന സമയത്ത് റോമൻ റെയിൻസിൻ്റെതായി സ്മാക്ഡൗണിൽ പോയിക്കൊണ്ടിരിക്കുന്ന സ്റ്റോറി ഒറ്റയടിക്ക് റോയിലേക്ക് വന്ന് റോമൻ റെയിൻസിൻ്റെ അപ്പിയറൻസും സ്റ്റോറിയും മത്സരമൊക്കെ റോയിൽ നടക്കാൻ സാധ്യത കൂടുതലാണ്. അത്തരത്തിലുള്ള ഒരു വാർത്തകളാണ് നമുക്ക് റെസ്ലിംഗ് ലോകത്ത് നിന്ന് അറിയാൻ സാധിക്കുന്നത്. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.